നമസ്കാരം. എൻ്റെ പേര് അർഷദ്. ഞാൻ കോയക്സിൻ ടെക്നോളജീസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഫൗണ്ടറാണ്. ഞങ്ങൾ കോഴിക്കോടാണ് ഞങ്ങളുടെ സ്ഥാപനം സ്ഥിരീകരിക്കുന്നത്. ഇപ്പം ഈ പ്രോഗ്രാമിൽ വന്നപ്പം ഞങ്ങളിവിടെ ഞങ്ങളുടെ സൈക്കോളജി ആൻഡ് ഫിസിയോതെറാപ്പി ടൂൾസ് ഇവിടെ പ്രദർശിപ്പിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അറ്റൻഷൻ മെഷർ ചെയ്യാനും അതുപോലെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പ്രോഗ്രാംസ്. അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ട് തരം ടൈപ്പാണ് ഞങ്ങളുള്ളത്. ഒന്ന് അറ്റൻഷൻ മെഷർ ചെയ്യാന്നുള്ളതും അത് എക്സസൈസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫൈൻ മോട്ടർ ലെവലിൽ അറ്റൻഷൻ മെഷർ ചെയ്യാന്നുള്ളതും ഗ്രോസ് മോട്ടർ ലെവലിൽ അറ്റൻഷൻ മെഷർ ചെയ്യാന്നുള്ള ഡിവൈസസ് നമ്മളിലുണ്ട്. അത് വെറും വെരി ഷോർട്ട് ടൈമിൽ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കത് മെഷർ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കത് ഇമ്പ്രൂവ്മെൻറ്റ് ടൂൾ എന്ന് പറയുമ്പോൾ അറ്റൻഷൻ, ഹാൻഡ് കോർഡിനേഷൻ, മെമ്മറി പവർ, സിറ്റിംഗ് ടോളറൻസ്, ഹാൻഡ് റൈറ്റിംഗ്, ബോഡി ബാലൻസിങ്, അങ്ങനത്തെ ഒരുപാട് കോഗ്നിറ്റീവ് സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന ടൂൾസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എയിംസ് ഡൽഹി വരെ ഞങ്ങളിന്ന് പർച്ചേസ് ചെയ്തു. അതിൻ്റെ അതൊക്കെ ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ അപ്രൂവൽ, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സർക്കുലറൊക്കെ ഞങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ SSK ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ഞങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രൊഡക്ട്സ്. അപ്പോൾ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഫൈൻ മോട്ടർ കോർഡിനേഷൻ ലെവലിൽ അറ്റൻഷൻ മെഷർ ചെയ്യാവുന്ന ഡിവൈസസ് ആണത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു അറ്റൻഷൻ നമ്മളിതിൽ എത്ര എറേഴ്സ് വരുന്നു, എത്ര മിസ്റ്റേക്സ് വരുന്നു എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അത് നമ്മളെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട് നമ്മളിൽ. ആ സ്റ്റാൻഡേർഡ് വാല്യൂസ് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. ഈ ഒരു പ്രോഗ്രാം ഇതിൽ നമ്മൾ എത്ര എറേഴ്സ് വന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിലൂടെ നമുക്കത് നമ്മുടെ റിസർച്ച് വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതൊരു ഡിഫറൻസ് മനസ്സിലാവും. അക്കോർഡിംഗ്ലി നമ്മുടെ ഈ ഒരു ടൂൾ വെച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഡിവൈസസിൻ്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രോസ് മോട്ടർ കോർഡിനേഷൻ ഉള്ളത്. ഈ ഗ്രോസ് മോട്ടർ കോർഡിനേഷൻ ടെസ്റ്റിംഗ് ടൂളാണ്. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഒരു ലൈറ്റ് ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എത്ര സെക്കൻഡ് വിത്തൗട്ട് ഷേക്കിംഗ് യുവർ ഹാൻഡിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് എത്ര പറ്റുന്നു, റൈറ്റ് ഹാൻഡ് എത്ര പറ്റുന്നു മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഈസി, മീഡിയം, ഹാർഡ് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ചെയ്ത് ഡെയിലി അതിൻ്റെ ഒരു കോഗ്നിറ്റീവ് സ്കില്ല് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഇത് വരുന്നത്. വളരെ 100% സക്സസ്ഫുൾ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ 2 സ്കൂളിൽ പ്രൊജക്റ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു ബൾക്ക് ഓഫ് ഒരു മിനിമം 100 സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റൊക്കെയാണ്. അപ്പോൾ അതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടൊക്കെ ഞങ്ങൾ റിസൾട്ട് വരുന്നുണ്ട്. എൻ്റെ പേര് വിനീത്. ഞാൻ ഗിഫ്റ്റോലെക്സിയുടെ വോളണ്ടിയറാണ്. ഇവിടെ ഞാനിപ്പോൾ ഗിഫ്റ്റോലെക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾ ഇപ്പം ഒരു 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അവർ ഡിസ്ലെക്സിക് ആണെന്ന് നമ്മൾ അറിയുന്നില്ല. ഗിഫ്റ്റോലെക്സിയുടെ മെയിൻ മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികൾ ഏർലി സ്ക്രീനിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏർലി സ്ക്രീനിങ് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികൾ പഠിക്കാത്ത കുട്ടികളെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് ഏർലി ഇൻ്റർവെൻഷൻസ് കൊടുത്ത് നേരത്തെ പഠിച്ച് അവരുടെ പഠനത്തിലേക്ക് മുന്നോട്ട് വരാനും ഒക്കെ പറ്റുന്നൊരു സംഭവമാണ്. നമ്മുടെ ഗിഫ്റ്റോലെക്സി എന്ന് വെച്ചാൽ ഒരു സ്ക്രീനിങ് ടൂൾ ഉപയോഗിച്ച് 1 മണിക്കൂറും 2 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന സ്ക്രീനിങ് എല്ലാം നമ്മൾ നേരെ ചുരുക്കി 5 മിനിറ്റിലോട്ടാക്കുകയാണ്. അതുവഴി നമ്മൾ കുട്ടികൾക്ക് ഏർലി ഇൻ്റർവെൻഷൻസ് കൊടുക്കുകയും കുട്ടികൾ പെട്ടെന്ന് അവരുടെ പഠിക്കാനുള്ള ടെക്നീക്സ് മാറ്റി കൊടുക്കുകയും അവർ അതുവഴി മുന്നോട്ട് വരികയും ചെയ്യുകയാണ് സൊസൈറ്റിയിൽ. സാധാരണ ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ
ഒരുപാട് ബേർഡനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ നേരെ തിരിച്ച് അവരെ ബേർഡനിൽ നിന്ന് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി ഒരു അസറ്റായിട്ടാണ് മാറ്റുന്നത്. എൻ്റെ പേര് നീതു. ഞങ്ങളുടെ കമ്പനി എംബ്രൈറ്റ് ഇൻഫോടെക് ടെക്നോപാർക്ക് ട്രിവാൻഡ്രത്താണ്. ഇത് വിർച്വൽ റിയാലിറ്റി തെറാപ്പിയാണ്. ഓട്ടിക്കർ എന്നാണ് ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പേര്. അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിർച്വൽ റിയാലിറ്റി തെറാപ്പി യൂസ് ചെയ്തിട്ട് അവരുടെ നോർമൽ ആങ്സൈറ്റി കുറയ്ക്കുക, അവരെ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുക, അവരുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി കൂട്ടുക. 40 മുകളിൽ ബഡ് സ്കൂൾസിലും അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലും നമ്മളിതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നോർമലി ഇപ്പം റോഡ് ക്രോസ് ചെയ്യുക, മോളിൽ പോയി പർച്ചേസ് ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പം പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുക, അതേപോലെയുള്ള കാര്യങ്ങളൊന്നും അവരെ നമ്മൾക്ക് ഒരു നോർമൽ എൻവയോൺമെൻറ്റിൽ കൊണ്ടുപോയി ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. സോ വിർച്വൽ റിയാലിറ്റി യൂസ് ചെയ്ത് അവർക്കായിട്ട് ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അവരെ ഒരു 3 to 6 months നമ്മൾ വെച്ച സെൻറ്റേഴ്സിലെല്ലാം തന്നെ നമ്മൾ ഫീഡ്ബാക്ക്സ് എടുക്കുമ്പം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. അതായത് നോർമൽ ഇപ്പം റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സെനറി ആണെങ്കിൽ പോലും അവരെ നിൽക്കുന്ന ആ ഒരു ഇപ്പോൾ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനും പേരൻസിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുതിയൊരു എൻവയോൺമെൻറ്റിലേക്ക് കൊണ്ടുപോവുകയും അതേപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുക. ഇപ്പം റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ റെഡ് സിഗ്നൽ ആണെങ്കിൽ വണ്ടി ഇടിക്കുന്ന പോലത്തെ സ്റ്റിമുലേഷൻ കിട്ടും. ഇതെല്ലാം നമ്മൾ തന്നെ സെൽഫ് ഡെവലപ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ആണ്. വിർച്വൽ റിയാലിറ്റിയിൽ നമ്മൾ 300+ കണ്ടൻറ്റ്സ് ഉണ്ട്. ഇത് കൂടാതെ നമുക്കൊരു സെക്കൻഡ് പ്രോഡക്റ്റ് ഉണ്ട്, ബ്ലൂ റൂം. അത് നമുക്കൊരു റൂമിനകത്ത് സെറ്റ് ചെയ്യുന്നതാണ്. ഫുള്ളി സെൻസറി റൂമാണ് വരുന്നത്. 3 volt പ്രൊജക്ഷനാണ്. അതിൽ 500+ കണ്ടൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ അണ്ടറിലാണ് നമ്മുടെ കമ്പനി വരുന്നത്. 2017 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് 2015 ആരംഭിച്ച പ്രൊജക്റ്റാണ് CDMRP. ഇന്നത്തേക്ക് CDMRP 10 വർഷം ആവുകയാണ്, 10 വർഷം തികയാണ്. അപ്പോൾ 2015 നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ CDMRPയുടെ ആരംഭം. 2015 CDMRP ആരംഭിച്ച് 2016 നമ്മൾ കോഴിക്കോട് ചേമഞ്ചേരി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ക്ലിനിക്കിലേക്ക് ഇത് വ്യാപിക്കുകയായിരുന്നു. പിന്നെ അതോടുകൂടി 2017 നമ്മൾ കണ്ണൂരിൽ 6 കമ്മ്യൂണിറ്റി ക്ലിനിക്കിലേക്ക് CDMRPനെ വ്യാപിപ്പിച്ചത്. 6 കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2020 യുനെസ്കോ ചെയർ ഓൺ കമ്മ്യൂണിറ്റി ഡിസബിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവർ അവാർഡ് തരികയുണ്ടായി.
പിന്നെ അത് കഴിഞ്ഞ് 2020 കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ടെലി റീഹാബിലിറ്റേഷനും പിന്നെ അതുപോലെ TLM കിറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത്. അതായത് ബിഹേവിയറൽ തെറാപ്പിസ്റ്റ്, ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അങ്ങനെ ഒരു ടീമായിട്ടാണ് നമ്മളൊരു കുട്ടികളെ കാണുക. അപ്പോൾ ഒരു കുട്ടി നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അസസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ കുട്ടിക്ക് ഏതെല്ലാം തെറാപ്പികളാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അതായത് ഒരു കുട്ടിക്ക് ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോകണം, എല്ലാ തെറാപ്പിയും വേണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഈ കുട്ടീനെ റെഫർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് കാരണം നമ്മുടെ ഒരു ക്ലിനിക്കിലേക്ക് വന്നാൽ തന്നെ നമുക്ക് കുട്ടിക്ക് ആവശ്യമായ എല്ലാ തെറാപ്പികളും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട്. നിലവിൽ CDMRPക്ക് 14,800-ലധികം കുട്ടികൾ തെറാപ്പിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അത്ര തെറാപ്പി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല 1000-ലധികം ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8-ലധികം പബ്ലിക്കേഷൻസ്, പിന്നെ PGDRP കോഴ്സ് RCA റെക്കഗ്നൈസ്ഡ് കോഴ്സാണ്. അതിൽ 50-ലധികം പ്രൊഫഷണൽസ് നമ്മുടെ അടുത്ത് നിന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ട്.